അധികാരത്തിലെത്തിയപ്പോൾ വി.ഡി. സതീശന്റെ നിലപാട് മാറ്റി. നോർത്ത് ബ്ലോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മുഖ്യമന്ത്രിമാരുടെയും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെയും പ്രസ് മീറ്റിനുള്ള അവസരം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുള്ളത് ഈ നോർത്ത് ബ്ലോക്കിലാണ്. ഇപ്പോഴും മാധ്യമങ്ങൾക്ക് വിലക്ക് തന്നെയാണ്. ഇപ്പൊ മാധ്യമത്തിൽ അക്രഡിറ്റേഷൻ ഉള്ള മാധ്യമപ്രവർത്തകർക്ക് പോലും ഇപ്പോൾ അതിനകത്ത് കണ്ടോൺമെന്റ് വഴി നമുക്ക് കയറാം എന്ന് വിചാരിച്ചാൽ കണ്ടോൺമെന്റ് വഴി കയറ്റി വിടത്തില്ല. ഇപ്പൊ വി.ഡി. സതീശൻ അധികാരത്തിലെത്തിയപ്പം അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പൊ എന്താ പോലീസിന് വേണ്ടി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ആണ് എന്നുള്ള കാര്യം മാധ്യമങ്ങൾ, മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾ ഇപ്പഴാണ് പുറത്തേക്ക് വിടുന്നത്. വയനാട് ടൗൺഷിപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ആ പൈസ അതിനകത്ത് അനുവദിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിരുന്ന സമയത്ത് വി.ഡി. സതീശൻ പല കാര്യങ്ങളും പറഞ്ഞു. പല മാറ്റങ്ങൾ അവരധികാരത്തിലോട്ട് വന്ന പല മാറ്റങ്ങൾ കൊണ്ടുവരും, അവരങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. പക്ഷേ അധികാരത്തിലെത്തിയപ്പം വി.ഡി. സതീശന്റെ നിലപാട് ഒക്കെ മാറ്റി. ഇപ്പോൾ പഴയതിനേക്കാളിലും അതിനപ്പുറമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം എന്താ പുതിയ സംഭവം എന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷത്തിരുന്ന് മാധ്യമ വിലക്കിനെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വി.ഡി. സതീശൻ അധികാരത്തിലെത്തിയപ്പം അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോഴും മാധ്യമങ്ങൾക്ക് വിലക്ക് തന്നെയാണ്. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിൽ ഒരാഴ്ച മുമ്പ് തുടങ്ങിയ നിയന്ത്രണങ്ങൾ ഇപ്പോഴും സെക്രട്ടേറിയറ്റിലെ മറ്റു ഓഫീസുകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതായത് സെക്രട്ടേറിയറ്റിന്റെ പ്രധാന പ്രവേശന അവാർഡായ നോർത്ത് ഗേറ്റിൽ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. അതായത് മാധ്യമങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഇവർ സത്യപ്രതിജ്ഞ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ സമയത്ത് അവിടുന്ന് ബാരിക്കേഡ് എടുത്ത് മാറ്റി എന്ന് പറഞ്ഞിട്ട് എല്ലാ മാധ്യമങ്ങളും അതിൻ്റെ മുന്നിൽ പോയി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് എല്ലാ മെയിൻ സ്ട്രീം ചാനലും അതായത് ഇടതുപക്ഷം അധികാരത്തിലിരുന്ന സമയത്തുണ്ടായിരുന്ന മാധ്യമങ്ങളെ കയറ്റിവിടാത്ത ഒരു സമീപനം മാറിയെന്നും മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന രീതിയിലും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. പക്ഷേ ഇതിപ്പോൾ ആരും പറയുന്നില്ല. ഇത് ശരിക്കും ഇത് വലിയ വാർത്തയാക്കേണ്ട സാധനമൊന്നും അല്ലായിരുന്നു. നോർത്ത് ബ്ലോക്കിലെ നോർത്ത് ഗേറ്റ് തുറന്നതെന്നൊക്കെ ബന്ധപ്പെട്ട്. കാരണം പിണറായി വിജയൻ അധികാരത്തിൽ കയറിയ സമയത്തും ഇതുപോലെ നോർത്ത് ഗേറ്റ് തുറന്നു. പിന്നീട് സമരവും ഒക്കെ കടുത്തതിന് ശേഷമാണ് ഈ പറയുന്ന നോർത്ത് ഗേറ്റ് വീണ്ടും അടച്ചത്. ഇവിടെ പിന്നീട് കണ്ടോൺമെൻറ്റ് ഗേറ്റ് വഴിയും പിന്നീട് സൗത്ത് ഗേറ്റ് വഴിയൊക്കെയാണ് ആൾക്കാർ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യമാണ് ശരിക്കും നമ്മുടെ സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. നോർത്ത് ബ്ലോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത മുഖ്യമന്ത്രിമാരുടെയും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെയും അവിടെ പ്രസ് മീറ്റിനുള്ള അവസരം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുള്ളത് ഈ നോർത്ത് ബ്ലോക്കിലാണ്. ഇപ്പോൾ ഈ നോർത്ത് ബ്ലോക്കിനെ സംബന്ധിച്ച് അത്ര പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ പിന്നീട് ചെയ്ത പണി അവിടെ മാധ്യമങ്ങളൊക്കെ ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അവിടെ മാധ്യമങ്ങൾ കയറണ്ട. പിന്നീട് പറയുന്നു പൊതുജനങ്ങൾക്ക് സന്ദർശന സമയം, അതായത് 3 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സെക്രട്ടേറിയറ്റിനുള്ളിൽ സന്ദർശനം നടത്താം. അത് സന്ദർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കവിടെ എന്തുകൊണ്ട് 3 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വന്ന് കയറരുത്. രാവിലെ വന്ന് കയറി കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരെല്ലാം ഭയങ്കര ബിസി ആയിരിക്കും. അവർ ഓരോ ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്ന സമയം അവർക്ക് ഓരോ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും ഈ രാവിലെ വരരുത്, നിങ്ങളൊരു 3 മണിക്ക് എത്തിയാൽ മതി എന്നുള്ളതാണ്. 3 മണിക്ക് വന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിനകത്ത് കയറി നിങ്ങളുടെ കാര്യം സാധിച്ചിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോവാം. ഇപ്പം സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒന്നേ ഉള്ളൂ, അത് തിരുവനന്തപുരത്താണ് ഉള്ളത്. ഇപ്പം കാസർഗോഡ് നിന്ന് വരുന്ന ഒരാൾ തലേ ദിവസം വൈകുന്നേരം വന്ന് രാവിലെ ആയിരിക്കും ഇവിടെ തിരുവനന്തപുരം എത്തുന്നത്. തിരുവനന്തപുരത്ത് എത്തിയിട്ട് അയാൾക്ക് ചിലപ്പോൾ രാവിലെ 10 മണിക്കോ 11 മണിക്കോ കാര്യമെല്ലാം സാധിച്ചിട്ട് പുള്ളിക്ക് തിരിച്ച് അന്ന് രാത്രിയിൽ ചിലപ്പോൾ തിരിച്ച് കാസർഗോഡേക്ക് എത്തേണ്ടി വരും. കാര്യം വേറെ അങ്ങ് സെക്രട്ടേറിയറ്റ് ഇല്ല. അതൊരു വലിയ പ്രശ്നമാണ്. സെക്രട്ടേറിയറ്റിൽ സാധിക്കേണ്ട കാര്യങ്ങൾ സെക്രട്ടേറിയറ്റിൽ സാധിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, വീണ്ടും ഒരു ദിവസം കൂടെ അവർക്ക് ഇവിടെ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ അടുത്ത ദിവസം 3-ാം ദിവസം വെളുപ്പിനെ അവർക്ക് അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ബുദ്ധിമുട്ടുകൾ, യാത്രാ ബുദ്ധിമുട്ടുകളൊക്കെ ഈ 5 മണി എന്ന് പറയുന്ന സമയം വെക്കുമ്പോൾ ഉണ്ടാകും. പിന്നെ രാത്രി എത്തേണ്ടടുത്ത് വെളുപ്പാൻ കാലത്ത് എത്തുന്നു എന്ന് പറയുന്ന രീതിയിൽ തന്നെയല്ല യാത്രാ ദുരിതം. അവർക്ക് ഇവിടെ വന്നിട്ട് ഈ രാവിലെ 10 മണിക്ക് വെളുപ്പാൻ രാവിലെ എത്തുന്നവർ ഈ പറയുന്ന 3 മണി വരെ എന്ത് ചെയ്യും? അവർക്ക് ഇൻ കേസ് അവർ വേറെ എന്തെങ്കിലും ആവശ്യം സാധിക്കാൻ പറ്റുന്നവർക്ക് മ്യൂസിയത്തിൽ പോയിരിക്കാനോ അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്താനോ പഴവങ്ങാടി പോയി തൊഴാനോ ആറ്റുകാൽ അമ്പലത്തിൽ പോകാനോ ഇങ്ങനെയൊക്കെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇതിനൊന്നും അവർക്ക് പറ്റില്ല. അവർ അതിനെക്കാട്ടി ക്രൂഷ്യലായിട്ടുള്ള വിഷയങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പം 3 മണി 5 മണി എന്ന് പറയുന്ന അത്ര നല്ല സമയമൊന്നുമല്ല. പിന്നെ തന്നെയല്ല 5 മണിക്ക് മുമ്പ് 4:30 ആകുമ്പോഴത്തേക്ക് ഒതുക്കേണ്ടി വരും. കാരണം സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഒരു വലിയ പ്രശ്നം അവർക്ക് 4:30 ആകുമ്പോൾ അവർക്ക് ഇറങ്ങണം. കാര്യം ആദ്യത്തെ ട്രെയിൻ 5:25 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും. അപ്പോൾ അതിൽ 5:15 ഒരു ട്രെയിൻ. അപ്പോൾ അതിൽ പോകണം. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് എത്ര ഓടിപ്പിടിച്ചാലും ഈ പറയുന്ന 5:15 ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് പുറപ്പെടുന്നതിന് മുമ്പ് അവർക്ക് എത്താൻ പറ്റില്ല. പിന്നീട് അത് കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴ വഴി പോകുന്ന ഒരു ഇൻ്റർസിറ്റി എക്സ്പ്രസ് 5:05 അപ്പോൾ അതിൽ എങ്കിലും പിടിക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവർക്കൊരു 5 മണിക്ക് മുന്നേ എങ്കിലും പരിപാടിയെല്ലാം ഒതുക്കി ഫയൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന ടൈമിങ്ങിൽ വന്ന് തന്നെയല്ല സീറ്റ് കിട്ടാൻ പ്രയാസമായിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ഇടിച്ചുകൂത്തി തിരക്കായിരിക്കും ട്രെയിനിൽ.
അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ 5:40 അടുത്ത ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെടും, കോട്ടയം വഴിയുള്ള എറണാകുളം ട്രെയിൻ. അപ്പോൾ ഇങ്ങനെയെല്ലാം അവർക്ക് നോക്കണം. പിന്നെ ബസ്സിൽ, അപ്പം ബസ് യാത്ര അതെല്ലാം നോക്കണമല്ലോ. ഒരു 4:30 കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്തുള്ള ഇലക്ട്രിക് ബസ്സിനകത്തെല്ലാം നമുക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ തിരക്കാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് അവർക്ക് ഇറങ്ങുന്നത്. ശരി, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് പോരുക. അപ്പോൾ ഈ സാഹചര്യമൊക്കെ വലിയ ബുദ്ധിമുട്ട് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഇപ്പോൾ മാധ്യമത്തിൽ അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് പോലും ഇപ്പോൾ അതിനകത്ത് കണ്ടോൺമെൻറ്റ് വഴി നമുക്ക് കയറാം എന്ന് വിചാരിച്ചാൽ കണ്ടോൺമെൻറ്റ് വഴി കയറ്റി വിടത്തില്ല. ഇപ്പോൾ കണ്ടോൺമെൻറ്റ് ഗേറ്റ് ഉണ്ട്, കണ്ടോൺമെൻറ്റ് ഗേറ്റ് വഴി നമ്മൾ കയറ്റി വിടത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥരുടെ പെർമിഷൻ വേണം, അത് വേണം, ഇത് വേണം, ഒരു 100 കൂട്ടം കാര്യങ്ങൾ. അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും ബാക്കി തിരുവനന്തപുരത്തുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള മാധ്യമപ്രവർത്തകர்கள் അക്രഡിറ്റേഷൻ ഉള്ളവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പം ഇതുണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് കയറ്റി വിടൂ എന്ന് പറയുന്നൊരവസ്ഥ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് എന്തൊരു സ്നേഹമായിരുന്നു അല്ലേ? മാധ്യമങ്ങളെ വി.ഡി. സതീശൻ എടുത്ത് പോക്കറ്റിലിട്ട് നടക്കുമായിരുന്നു. നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ വേറെ ആരോടും തുറന്ന് പറയൂ കാര്യങ്ങൾ എന്ന് മാധ്യമങ്ങളുടെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരാൾ നേതാവാണ്. പിന്നെ വി.ഡി. സതീശൻ ഇഷ്ടമല്ലാത്ത മാധ്യമങ്ങൾ ഒന്ന് കൈരളി ടി.വിയും ദേശാഭിമാനിയായിരുന്നു. ബാക്കി എല്ലാ മാധ്യമങ്ങളോടും പിന്നെ ഈ പറയുന്ന സതീശൻ വലിയ നമ്മുടെ മുഖ്യമന്ത്രി വലിയ സ്നേഹം കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴതൊക്കെ മാറി. കാര്യം എന്താ, പാലം കിടക്കോളം നാരായണ, പാലം കിടന്നാൽ പിന്നെ കൂരായണ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. കാരണം എന്താ, വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ആവുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിന് കൂട്ടുനിന്നവരാ മാധ്യമങ്ങളാണ്. അതിൻ്റെ ഒരു സ്മരണ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അതറിയില്ലേ, മാധ്യമങ്ങൾക്ക് ഇപ്പോഴും വി.ഡി. സതീശനോട് സ്നേഹമുണ്ട്, മുഖ്യമന്ത്രിയോട്. ആ സ്നേഹം അവർ ഇനി പതുക്കെ അവർ മനസ്സിലാക്കത്തുള്ളൂ. ഇപ്പം നമുക്ക് പണ്ട് ക്ലിഫ് ഹൗസിൽ എന്തെങ്കിലും ഒരു അറ്റകുറ്റപ്പണി നടത്തി കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി 1 കോടി രൂപ മുടക്കി എന്തെങ്കിലും ചെയ്തു എന്ന് വെക്കുക, അല്ലെങ്കിൽ 1,10,00,000 രൂപ മുടക്കി എന്തെങ്കിലും ചെയ്തു, അത് മോടി പിടിപ്പിക്കല. ഇത് മാധ്യമങ്ങളുടെ വാക്കുകൾ മാറുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് മോടി പിടിപ്പിക്കല. പിണറായി വിജയൻ ആയതുകൊണ്ട് ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കുന്നതിന് 10 ലക്ഷം രൂപ എഴുതിയെടുത്തു. ഇപ്പൊ എന്താണെന്നറിയോ, വി.ഡി. സതീശൻ ആയതുകൊണ്ട് അത് പറയത്തില്ല. വി.ഡി. സതീശൻ ആകുമ്പോൾ പറയുന്നത് എന്താ, ക്ലിഫ് ഹൗസിലെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായിട്ട് 1 കോടി രൂപ മാറ്റി വെച്ചു. തുക തമ്മിൽ മാറ്റമുണ്ട്. തുക തമ്മിൽ 10 ലക്ഷം 1 കോടി എന്ന് പറയുന്ന മാറ്റമുണ്ട്. പക്ഷെ ഒന്ന് മോടി പിടിപ്പിക്കാനാ. പിണറായി വിജയൻ ചെയ്യുന്ന മോടി പിടിപ്പിക്കല. പിന്നെ വി.ഡി. സതീശൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി.ഡി. സതീശൻ അറ്റകുറ്റപ്പണിയാണ്. അപ്പോൾ ഏകദേശം 3.5 കോടി രൂപയാണ് കേരളത്തിലെ മന്ത്രിമന്ദിരങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾക്കായിട്ട് മാത്രം ഈ സർക്കാർ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഖജനാവിൽ നിന്നെടുത്ത് ചിലവാക്കിയത്. ഇവിടെ അതാണ് ഞാൻ പറയുന്നത്, മാധ്യമങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞതാണ്. മാധ്യമങ്ങൾക്ക് അവരോട് ഇപ്പോഴും ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഓരോന്നിടത്ത് നോക്കിക്കോളൂ. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞ വി.ഡി. സതീശൻ നടത്തിയ യാത്ര, മംഗലാപുരത്തേക്ക് നടത്തിയ യാത്ര, ആ യാത്രയിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സ്വർണ്ണ തട്ടിപ്പ് കേസിലെ, അല്ലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒരു പ്രതിസ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. പുള്ളിയുടെ കൂടെയാണ് രാംകുമാറോ അങ്ങനെയാണ് പറയുന്ന ഒരാളാണ്. പുള്ളിയായിട്ട് ചേർന്നിട്ട് അദാനി ഗ്രൂപ്പ് ഏർപ്പാടാക്കിയ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് മംഗലാപുരത്തേക്ക് പോയി JDS-ന്റെ ഒരു നേതാവിനെ പോയി കാണുന്നത്, NDA-യുടെ ഘടകകക്ഷിയിൽപ്പെട്ട ഒരു നേതാവിനെ പോയി കാണുന്നത്. മാധ്യമങ്ങൾ എത്ര പേര് ചോദിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? ചോദിച്ചിട്ടുണ്ടോ? അതിന് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഡീൽ എന്ന് പറയുന്ന ഒരു ആക്ഷേപം മുന്നിലോട്ട് കൊണ്ടുവരാത്തത്? പിണറായി വിജയൻ ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയൻ വേണ്ട, വിജയരാഘവൻ എന്ന് പറയുന്ന മുൻ സെക്രട്ടറി ഉണ്ടല്ലോ, സംസ്ഥാന സെക്രട്ടറി അംഗം, പുള്ളി ആയിരുന്നെങ്കിലോ? വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു നേതാവ് കോഴിക്കോടുള്ള ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവിൻ്റെ വീട്ടിൽ, ഒരു പ്രവർത്തകൻ്റെ വീട്ടിൽ പോയി അതേ ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചതിന് ഇവിടെ മാധ്യമങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ഡീലാണെന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. പുള്ളി വിജയരാഘവൻ പറഞ്ഞു, ആ കൊണ്ടുപോയ ആളും പറഞ്ഞു, പുള്ളിയുടെ ഒരു ചങ്ങാതി, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കൂട്ടുകാരനാണ് വിജയരാഘവനൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ കോഴിക്കോട് ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അയ്യോ ഇവിടെ വരെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പിരിയാം എന്ന് പറഞ്ഞു, കോഴിക്കോട്ടുകാരുടെ പൊതു രീതി അനുസരിച്ചിട്ട്. അപ്പോൾ വിജയരാഘവൻ പറഞ്ഞു, ശരി എന്നാൽ വിജയരാഘവനല്ലേ, സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ പോയി ഭക്ഷണം കഴിച്ചു. അവിടെ പുള്ളി എന്നതനുസരിച്ച് അവർ വീഡിയോ എടുത്ത് പാട്ടൊക്കെ പാടി ഒടുവിൽ പിരിയുകയും ചെയ്തു. ഇത്ര സംഭവം അവിടെ നടന്നു. പക്ഷേ മാധ്യമങ്ങൾ എത്ര ദിവസം ചർച്ചയിലാക്കി? എന്തുകൊണ്ടാണ്? വി.ഡി. സതീശൻ പോയതിൻ്റെ തെളിവുകളുണ്ട്, അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതിൻ്റെ തെളിവുകളുണ്ട്. എന്നിട്ട് കൂടി എന്താണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ഉണ്ടായിരിക്കുന്നത്? ഇതുവരെ ചോദിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതാ പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് ഇപ്പോഴും അവരോടുള്ള അല്ലെങ്കിൽ UDF-നോടുള്ള സ്നേഹത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. ആ സ്നേഹം ഇപ്പോഴും ഉണ്ട്. പക്ഷേ മാധ്യമങ്ങളെ പതുക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നോർത്ത് ബ്ലോക്കിൽ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ബാക്കിയുള്ള മന്ദിരങ്ങളിലേക്കും അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഓഫീസിലേക്ക് നീട്ടിക്കഴിഞ്ഞു. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, പാലം കടക്കോളം നാരായണ, കൂരായണ, ഇത് തന്നെയാണ് അവസ്ഥ. അല്ലാതെ ഇതിനകത്ത് വേറൊന്നുമില്ല. തന്നെയല്ല, ഇനിയിപ്പം മാധ്യമങ്ങളെ ആവശ്യമില്ല ശരിക്കും. ഇനിയും എല്ലാ ഘട്ടത്തിലും നമ്മൾ ആലോചിക്കുകയുള്ളൂ, മാധ്യമങ്ങൾ എല്ലാ ഘട്ടത്തിലും ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ കാലത്തും.
പിണറായി വിജയൻ എന്ത് ചെയ്തിരുന്നാലും അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കും. ഇപ്പോൾ പിണറായി വിജയൻ യാത്ര ചെയ്യാൻ വേണ്ടി വാടക ഹെലികോപ്റ്റർ എടുത്തു എന്നാണ് മാധ്യമങ്ങൾ നേരത്തെ എഴുതിയത്, ഹെലികോപ്റ്റർ ഇവിടെ കൊണ്ടുവന്ന സമയത്ത്. ഇപ്പം എന്താ, പോലീസിന് വേണ്ടി വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്റർ ആണ് എന്നുള്ള കാര്യം മാധ്യമങ്ങൾ, മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾ ഇപ്പുറം പുറത്തേക്ക് വിടുന്നത് എന്തിനാണ്? അപ്പം പോലീസിന് വേണ്ടി വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്റർ നിലനിർത്തണം എന്ന് DGP പിന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അപ്പം ഈ ഒരു ആവശ്യം അന്ന് പറഞ്ഞിരുന്നത് എന്താ, പിണറായി വിജയന് കേരളം മുഴുവൻ ഓടി കറങ്ങാൻ വേണ്ടിയിട്ടാണ് ഹെലികോപ്റ്റർ ഇവിടേക്ക് വാടകയ്ക്ക് എടുത്തതെന്നാണ് അന്ന് പറഞ്ഞത്. ഇതാണ് ഈ പറയുന്ന ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പം തന്നെ നമുക്കറിയാം, ഇപ്പം വയനാട് ഫണ്ട് വക മാറ്റി ചിലവാക്കിയത് കൊണ്ട് വലിയൊരു വാർത്ത വന്നു കഴിഞ്ഞ ദിവസം, നമ്മൾ മാധ്യമങ്ങൾ കണ്ടതാണ്. 4.37 ലക്ഷം രൂപയാണ് ചിലവാക്കിയത്. ലാപ്ടോപ്പ് മേടിക്കാൻ, പ്രിന്റർ, പിന്നെ സിറോക്സ് മെഷീൻ, ഇത്രയും സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ പറയുന്നത്, വാർത്ത വരുന്നത് എങ്ങനെയാണ്, വയനാട് ഫണ്ട് സർക്കാർ വക മാറ്റി ചിലവഴിച്ചതിൻ്റെ പിന്നെ തെളിവുകൾ പുറത്ത് എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വരുന്നത്. സംഭവം എത്ര ലക്ഷം രൂപയാണ്? 4.37 ലക്ഷം രൂപ അത്രയും കണ്ട ചിലവാക്കിയിട്ടുള്ളൂ. അത് ഒരു ലാപ്ടോപ്പ്, 1-2 ലാപ്ടോപ്പ് മേടിക്കാനും പിന്നെ ഒരു സിറോക്സ് മെഷീൻ മേടിക്കാനും ഒക്കെ ആയിട്ട് എല്ലാം കൂടെ ചിലവാക്കിയത് എന്തിനാണ്? അതായത് വയനാട് ടൗൺഷിപ്പ് പ്രോജക്റ്റിന് ആ പറയുന്ന ഓഫീസ് പ്രവർത്തിക്കുന്നതിൻ്റെ ആവശ്യത്തിൽ അതിലേക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ ആവശ്യത്തിന്. അപ്പോഴും വകമാറ്റി ചിലവാക്കിയിട്ടില്ല. വയനാട് ടൗൺഷിപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ആ പൈസ അതിനകത്ത് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ വാർത്ത വന്നപ്പോൾ എങ്ങനെയായി? ഇതാണ് ഒരു ട്രീറ്റ് ചെയ്യുന്നതിന്റെ രീതി, അതാണ് ഞാൻ പറയുന്നത്. അതേസമയം 100 ദിവസം കഴിഞ്ഞു, വയനാട്ടിൽ പിന്നെ കോൺഗ്രസ്സുകാർ കല്ലിട്ടിട്ട്, രാഹുൽ ഗാന്ധി വന്ന് കല്ലിട്ട് പോയിട്ട് 100 ദിവസം കഴിഞ്ഞു. എന്തേ ആരും ഒന്നും മിണ്ടുന്നില്ല? ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ അതിനെതിരെ സംസാരിക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? 100 ദിവസം കഴിഞ്ഞു. നമ്മൾ പോലും ഓർത്തിട്ടില്ല. ചില പിന്നെ എനിക്ക് തോന്നുന്നു ഇടത് സൈബർ ഹാൻഡിലുകൾ പറയുമ്പോഴാണ് നമ്മൾ പോലും ചിന്തിക്കുന്നത്, 100 ദിവസം കഴിഞ്ഞല്ലോ എന്ന്. എന്നിട്ട് എന്തായി അവിടെ? സർക്കാർ അവിടെ പിന്നെ 400 ചില്ലോ 410 വീടാണ് കിട്ടുന്നത്. 300 ചില്ലോനോ ആൾക്കാർക്ക് മതി വീട്. ഇനി 360 അങ്ങനെ മതി. ഇനി അധികപ്പറ്റ് കുറച്ച് വീടുടെ സർക്കാർ നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? 10 ലക്ഷം 15 ലക്ഷം രൂപ മതി, ഞങ്ങൾ വേറെ നിലയ്ക്ക് വീട് വെച്ച് മേടിച്ച് പൊക്കോളാം എന്ന് പറഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പൈസയൊന്നും വേണ്ട, ഞങ്ങളുടെ സ്വന്തം നിലയ്ക്ക് വീട് വെച്ചോളാം എന്ന് പറഞ്ഞ് പോയവരുണ്ട്. ഇവർക്ക് ആർക്കെങ്കിലും വീട് ആവശ്യം വന്നാൽ അവർക്ക് കയറി താമസിക്കാം. ഇനി അഥവാ ലിസ്റ്റിൽ എവിടെയെങ്കിലും പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വന്ന് താമസിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത്. ഈ 300 സംതിങ് ആൾക്കാർക്ക് മതി, 360 സംതിങ് അത്ര ആൾക്കാർക്ക് മതി. പക്ഷേ ഇവർ 400 ചില്ലോനെ വീട് വെക്കുന്നു. ഇതാണ് പറയുന്നത്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുന്നത്. അപ്പം ഇവിടെ സർക്കാരിന് പുലർത്തുന്ന ഈ പിന്നെ സർക്കാർ കൊടുത്ത വീടിനകത്ത് ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ വാർത്ത ചെയ്തു. പക്ഷേ ഇവിടെ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയിട്ട് വെറുതെ പ്ലോട്ട് മേടിച്ചിട്ട് തറക്കല്ലിട്ടിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിക്കാനില്ല. അപ്പം മാധ്യമങ്ങൾക്ക് ഇപ്പോൾ ഇടതുവേട്ട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ ഇടതുവേട്ട മാധ്യമങ്ങൾ നല്ല ഭേഷായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ മാധ്യമങ്ങളെ വിലക്ക് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് മാധ്യമങ്ങൾക്ക് പോലും മിണ്ടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വിചിത്രമായൊരു കാര്യം.